ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മൂന്നാമത്തെ മൊഴി. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ 19:26. മനുഷ്യഹൃദയത്തെ വിറപ്പിച്ചുകൊണ്ട് അവനെ അലട്ടുന്ന ഏറ്റവും വലിയ ഭീതിയാണ് മരണഭയം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞതയും നാം വേർപെട്ട് കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയാണ് അതിന് പ്രധാന കാരണം. സോക്രട്ടീസ് പറയുന്നത് ഒരു തത്വചിന്തകന്റെ ഏറ്റവും വലിയ ചിന്ത മരണം എന്ന വിഷയമാണ്. വേർപെടൽ എല്ലാവരുടെയും ചിന്ത തന്നെ. അധികം പ്രായമാകാത്ത മാതാപിതാക്കൾക്ക് മരണഭയം കൂടുതലാണ്. എന്നാൽ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന് ഒട്ടും തന്നെ മരണഭയമില്ല. അനാദികാല നിർണയപ്രകാരം ഉണ്ടാകുന്ന മരണത്തെ മുന്നറിഞ്ഞ് മരണം സ്വയം ഏറ്റെടുക്കുകയാണ്. എന്നാൽ മറിയയ്ക്ക് മരണഭയം ദുസ്സഹമാണ്. ഭൗമിക നിലയിൽ പോലും ആശ്രയമായിരുന്ന പ്രിയ മകനാണ് ദാരുണമായ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. പുത്രന്റെ ക്രൂശിലെ കഷ്ടപ്പാട് അടുക്കൽ നിന്ന് മൂകസാക്ഷിയായി കാണുന്ന മറിയയ്ക്ക് തന്നെക്കുറിച്ചോ ചിന്തിക്കുവാൻ അവസരമില്ല, കഴിവുമില്ല. എന്നാൽ അതിദാരുണമായ വേദനയുടെ നടുവിലും ലൗകിക ബന്ധത്തെ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യാത്ത കർത്താവ് ഇതാ മറിയയുടെ അനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നു. ക്രൂശിൽ നിന്ന് കർത്താവ് ഉരുവിട്ട മൂന്നാമത്തെ മൊഴി മറിയയുടെ കരുതലിനായിരുന്നു. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മ മറിയയും മറിയയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യോഹന്നാൻ 19:25 മുതൽ 27 വരെ. ഈ മൊഴികളിൽ 3 വ്യക്തികൾ ശ്രദ്ധേയമാണ്: കർത്താവായ യേശുവും മാതാവായ മറിയയും പ്രിയ ശിഷ്യനായ യോഹന്നാനും. ക്രിസ്തു വക്താവും മറ്റ് 2 പേർ ശ്രോതാക്കളും. ഇവിടെ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠതയും വിലയും പുതുകുടുംബത്തിൻ്റെ ഭദ്രതയും മൂല്യവും കാണാം. ഈ മൊഴിയുടെ ആഴങ്ങളിൽ ഇറങ്ങുന്നതിനു മുമ്പ് മറിയയുടെയും യോഹന്നാൻ്റെയും ചരിത്രം ഹ്രസ്വമായൊന്ന് മനസ്സിലാക്കാം. അത്യുന്നതന്റെ ശക്തി നിഴലിട്ട് പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച മറിയ നസറത്തിൽ വസിച്ചിരുന്നു. പിന്നെ യോസേഫ് വിവാഹം ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ യേശു ജനിച്ചു. ദൈവപുത്രന് ഭൂമിയിൽ ജാതനാകാൻ ഒരു കന്യകയുടെ ഗർഭപാത്രം സ്വീകരിച്ചു. യേശു ജനിച്ചിട്ടും മറിയയുടെ പാൽ കുടിച്ചില്ല. മുലയൂട്ടാൻ മനുഷ്യനാൽ ജനിച്ചതല്ലല്ലോ. യെശയ്യാവ് 7:15-16. മറിയയുടെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവിന് യേശുവിനെ ഉളവാക്കുവാൻ കഴിഞ്ഞെങ്കിൽ അവളിൽ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ലേ? ഉത്തരം, കഴിയും. എന്നാൽ വചനം താൻ ജനിക്കുന്നതിനു മുന്നമേ എഴുതി വച്ചിരിക്കയാൽ അതിൽ അവിശ്വസ്തത കാണിപ്പാൻ ദൈവം മനുഷ്യനല്ല. ലോകത്തിൽ പാപപങ്കിലമായത് യേശുവിന് എത്തിയിട്ടില്ല. 12-ാം വയസ്സിൽ മാതാപിതാക്കളുമായി യേശു യെരുശലേമിൽ പെരുന്നാളിന് പോയി. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം 4 പ്രാവശ്യം മാത്രമാണ് മറിയയെ നാം കാണുന്നത്. 1 കാനാവിലെ കല്യാണ വീട്ടിൽ, യോഹന്നാൻ 2:1 മുതൽ. 2 കവർന്നഗൂമിൽ യേശു പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയും സഹോദരങ്ങളും യേശുവിനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു. ലൂക്കോസ് 8:19. 3 ക്രൂശീകരണ സമയത്ത്, യോഹന്നാൻ 19:27. സ്വർഗാരോഹണത്തിന് ശേഷം മാളികമുറിയിൽ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:14. അവളുടെ ചരിത്രം ഇതോടെ തിരുവെഴുത്തിൽ നിന്നും അവസാനിക്കുന്നു. മറിയയ്ക്ക് മറ്റ് 4 ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു. മർക്കോസ് 6:3 മുതൽ. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു അവങ്കലിടറിപ്പോയി. യേശുവിന് സഹോദരർ ഉണ്ടെങ്കിൽ പിന്നെ യോഹന്നാനെ ഏൽപ്പിച്ചതെന്തിന്? കാരണം യേശു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ. ലൂക്കോസ് 8:21. സഹോദരങ്ങൾ അവനിൽ വിശ്വസിക്കാതെ മാറിപ്പോയപ്പോൾ, കുരിശിന്റെ ചുവട്ടിൽ വരാതെയിരുന്നപ്പോൾ, ദൈവത്തെ സ്നേഹിച്ച് കുരിശിൻ ചുവട്ടിൽ വന്നവനെ ക്രൂശിതനായവൻ ഫലമേൽപ്പിക്കുന്നു. ആത്മസ്നേഹിതൻ ആത്മീയ ബന്ധത്തിൽ ഭൗതിക ബന്ധങ്ങൾ നിലനിർത്തിയ കാഴ്ചയാണിത്. യേശുവിൻ്റെ സഹോദരങ്ങൾ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി ഒരുമപ്പെട്ട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തു. സെബദിയുടെയും ശലോമയുടെയും പുത്രനാണ് യോഹന്നാൻ. സെബദിക്ക് സ്വന്തമായി വലയും പടകും ഉണ്ടായിരുന്നു. ശലോമ ക്രൂശുവരെയും ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. മത്തായി 27:56. യോഹന്നാൻ, പത്രോസ്, യാക്കോബ് എന്നിവർ ക്രിസ്തുവിൻ്റെ പ്രഥമ ശുശ്രൂഷകളിലെ ഭാഗവാക്കുകളാണ്. ഇടിമക്കൾ എന്ന് അർത്ഥമാക്കുമാറ്
മർക്കോസ് 3:17. ശമരിയരുടെ ഗ്രാമത്തിൽ തീ ഇറങ്ങി നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചത് യാക്കോബും യോഹന്നാനുമാണ്. ലൂക്കോസ് 9:54. ദൈവരാജ്യത്തിൽ ക്രിസ്തുവിന്റെ ഇരുവശത്തും ഇരിക്കുവാനുള്ള വരം ചോദിച്ചതും ഇവർ തന്നെ. പെസഹ ഒരുക്കുവാൻ യേശു അയച്ചത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. ഗെത്ശമന തോട്ടത്തിലും കയ്യഫാവിന്റെ നടുമുറ്റത്തും ക്രൂശിൻ ചുവട്ടിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ പ്രിയ അമ്മയെ യോഹന്നാന്റെ കരത്തിലേൽപ്പിച്ചു. മറിയയുടെ മരണം വരെ യോഹന്നാൻ യഹൂദിയിൽ തന്നെ കഴിഞ്ഞിരിക്കാനാണ് സാധ്യത. ഏഷ്യ മൈനറിലെ എഫസോസിൽ എത്തിയ ശേഷം യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചായിരുന്നു ദൈവിക വെളിപ്പാട് ലഭിച്ചത്. ഒരുപക്ഷെ യേശുവിന്റെ ബാല്യകാലത്തിലെ വിശദ വിവരങ്ങൾ മറിയയിൽ നിന്നും യോഹന്നാന് ലഭിച്ചെങ്കിലും അവന് എഴുതുവാൻ ഇഷ്ടം ആദിയിലെ വചനത്തെയാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനെയാണ്. 7 നില വിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനെയാണ്. വിശുദ്ധരെ വിണ്ണിലേക്ക് വിളിപ്പാൻ വീണ്ടും വരുന്നവനെയാണ്. മാനുഷിക നിലയിൽ മറിയ വ്യസനപാത്രമായി. ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ മുതലുള്ള ദുഃഖം ഇപ്പോൾ അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ദുഃഖ കയ്പുനീർ കുടിച്ച് ക്രൂശിൻ ചുവട്ടിൽ നിന്നവൾ ലോകത്തിന്റെ പാവപാനപാത്രം പാനം ചെയ്തവനെ കാണുന്നു. ക്രിസ്തു ദൈവം എന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും എല്ലാ കടപ്പാടുകളും നിവർത്തിച്ചുകൊണ്ട് ക്രൂശിൽ വെച്ച് തൻ്റെ മാതാവിനെ കുറിച്ചുള്ള കരുതലും മക്കൾ മാതാപിതാക്കന്മാരെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്നും മാതൃക കാട്ടി. നാല് സുവിശേഷങ്ങളിലും യേശു മറിയയെ അമ്മ എന്ന് വിളിക്കാതെ സ്ത്രീയെ എന്നും സ്ത്രീ എന്നും സംബോധന ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്ന യോഹന്നാനിൽ തന്നെ ഇത് രണ്ടും കാണുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഇനി മുതൽ പഴയ ബന്ധമല്ല ഉള്ളത്. യേശു രക്ഷിക്കുന്ന രക്ഷകനും മറിയ പാപക്ഷമ പ്രാപിക്കേണ്ട രക്ഷാർത്ഥിയുമാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അറിഞ്ഞ അമ്മയെ ഇനി അങ്ങനെ അറിയുവാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. മറിയയ്ക്ക് അവിടെ കൂടെ പോകാനോ ഇപ്പോൾ കൊണ്ടുപോകാനോ കഴിയുകയില്ല. മറിയയ്ക്ക് അവിടെ ചെല്ലണമെങ്കിൽ പാപക്ഷമ പ്രാപിക്കണം. മറിയയെ യോഹന്നാന്റെ കരത്തിൽ ഫലമേൽപ്പിച്ചതിനാൽ മനസ്സിലാക്കാം മറിയ വിധവയായി തീർന്നുവെന്ന്. യോസെഫിന്റെ മരണത്തെക്കുറിച്ച് തിരുവെഴുത്ത് ഒന്നും സൂചിപ്പിക്കുന്നില്ല. യേശുവിന്റെ 12ാമത്തെ വയസ്സിനും കാനാവിലെ കല്യാണ വീട്ടിനുമിടയിൽ യോസെഫ് മരിച്ചിരിക്കണം. പിതാവിനാൽ പരിത്യക്തനായി തീർന്നതാണ് ക്രിസ്തു. കുടിച്ച പാനപാത്രത്തിലെ ഏറ്റവും കൈപ്പേറിയ അംശം. അതിനുശേഷം സ്വജനം കൈവെടിഞ്ഞു, ശിഷ്യഗണം കൈവിട്ടു. മത്തായി 26:31 മുതൽ ക്രിസ്തു അവരെ ഓർമ്മിപ്പിച്ചു എങ്കൽ ഇടറും എന്ന്. ഇതിൻ്റെ ഗ്രീക്ക് പദം സ്കൻഡലോൺ എന്നാണ്. അപവാദത്തിന് വിധേയമാകും എന്നാണ് അർത്ഥം. പ്രായശ്ചിത്ത മരണത്തിന്റെ അന്ത്യമണിക്കൂറുകളിൽ അപവാദിതനായി നിന്ദിതനായി നിൽക്കുന്നത് അവർക്ക് അറപ്പായി ലജ്ജാകരമായി തോന്നി. തങ്ങളുടെ സുരക്ഷിതത്വം അവർ ഉറപ്പാക്കി. മാനുഷിക ലൗകികത പോലെ സ്വന്തം കാര്യം സിന്ദാബാദ് അവരിൽ അലിഞ്ഞു ചേർന്നു. എന്നാൽ യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ മറിയോടൊപ്പം എത്തി. ക്രൂശിന്റെ വേദനയാൽ പുളയുമ്പോഴും ഭൗമിക കാര്യങ്ങൾ മറക്കാതെ നിറവേറ്റുന്ന നാഥൻ. പ്രിയ വായനക്കാരാ, അവനെ അനുഗമിക്കുന്ന നിന്റെ ഭൗമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവൻ മറക്കുമോ? തൻ്റെ ക്രൂശ് എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ അവൻ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18. യേശുവിൻ്റെ അമ്മ മറിയയെ യോഹന്നാൻ സംരക്ഷിക്കുന്നു. ക്രൂശിന്റെ ചുവട്ടിലെത്തി യാത്ര തുടങ്ങുന്നവർക്ക് അനേക ഉത്തരവാദിത്വം ലഭിക്കുന്നു. കാരണം മാനുഷിക ബന്ധങ്ങൾക്കതീതമായ സ്വർഗീയ ബന്ധം ഉടലെടുക്കുന്നു. ക്രൂശില്ലാതെ ഒന്നുമില്ല, ക്രൂശിക്കപ്പെട്ടവനില്ലാതെ ഏതുമില്ല. ക്രൂശില്ലാതെ പോകുന്നവനെ നീ ക്രൂരൻ തന്നെ.